മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ. അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. എന്താ മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി പിടിവെക്കും. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോൾ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ ഒഴിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. വാ വാ. പോലീസുകാരൻ മൂളിയ കൂടെ SI മൂളണം. ഗണപതി ഭഗവാനേ ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാ പോരല്ലോ. ഹലോ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ? എന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന്? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ. കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ ശരി ശരി ശരി. ആ, കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചോ. ഓ ശരി ശരി. പിന്നെ എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരഞ്ചേരി ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വേടോ. ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനെ, മോഷണം പിടിച്ചുപറി വാണിഭം, ഇത് മാത്രമുള്ളോ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ? അയ്യോ, നമസ്കാരം സാറുമാരെ. നമസ്കാരം. 3 പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസഫേ, അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട സാർ ലേശം ഒന്ന് ഇറങ്ങിപ്പോ അവൻ കയറുന്ന കയറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ. ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന്. 3ാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും. അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്കെ മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ വെട്ടും. പറയടാ, ബാങ്കിലെ പൈസ എപ്പ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. എന്താമേ, എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ. ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനെയും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഏയ് താര. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്ക് ഒരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. മര്യാദയ്ക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കേ അങ്കിൾ. ഞാൻ പോയതിനു ശേഷം സോറി.
എന്താ പ്രശ്നമില്ലെന്ന് പറയാൻ വന്നതാ. ഓ റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായിലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഡിയറ്റ്. സാർ, എന്താ? അപ്പൊ സാറ് മെല്ലെ തുടച്ചതോ? എന്റെ കയ്യിൽ പാലാവില്ലേ, അതുകൊണ്ടാ. അത് ശരി. ഡാ ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. കേവര 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 എവിടെയാണ്? കേവര കേവര എവിടെയാ? കേവര ഇത് ആരാണ് ഇടിച്ചത്? എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം. പുറമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇവന് മനസ്സിലായി. അയ്യോ, അവന്റെ നോട്ടം ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ? അയ്യേ, രക്ഷപ്പെട്ടു. പുറമ്പോക്ക് എന്ന് വെച്ചാ, പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ, അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ, അങ്ങ് എവിടുന്നാ? വാട്ട് ദിസ് നോൺസെൻസ്? ചേട്ടാ, മലയാള പണ്ഡിത, കൽക്കട്ടയില് മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്കെന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ, ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല, നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്? അതല്ല, ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു, പേടിച്ചു. ഇവിടെ ഉണ്ട്. മലയാളിയാണെന്ന് മനസ്സിലായി. ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നളിയാ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഔരാന്നോ ഹൗരാന്നോ ഏതാണോ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? ഹൗറ ഹൗറ ഹൗറ. അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. അത് എവിടെയത്? എന്താ കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അതിന് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ, അത് ശരിയാണല്ലോ. ഇനി പളീനെ നോക്കാം, അത് നല്ലത്. അളിയാ അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ, ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ. ഏയ്, കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ, അത് ശരി. ദോ ജിഗിർദന്താ ദൂത്. ജിഗിർദന്താ ദൂത് എന്ന് പറഞ്ഞാൽ ദൂത് എന്നാ പാല്, ജിഗിർദന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണല്ലോ. അതല്ലേ പറയാൻ പറ്റൂ. ഓ, ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച മടിക്കട്ടെ. താഴോട്ട് ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാം. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. ബാനർജി? അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയില് ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഏയ്, ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. ദൂത്, ജിഗിരി. നല്ലോണം കുടിച്ചല്ലേ? ഈ ജിഗിരിനെന്താ സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോൾ അങ്ങനെയാ? ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. അത് ശരി. ടാറ്റാ. ശരിയാണോ? ഇതെന്താ ഒരു ടാറ്റ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും ചേട്ടാ. അതല്ലേ, അളിയും വന്നില്ലേ? ഇപ്പൊ വരും. വരണം. വരുന്നേ. വരണം. എനിക്കെന്തോ കപ്പലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? അതെ അതെ. കുടിച്ചത് മനസ്സിലായോ കുഞ്ഞിക്കാവൂ? അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണൻ നമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്.
വല്യച്ഛൻ അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം. എല്ലാം നമുക്കറിയാം, കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ ചുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒളിച്ചേറിയ അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകൂടിയായിരുന്നല്ലേ? ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയുമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിൽ അമ്മാന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ? ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര, ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോട്ടോ. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ കരുതിയാ. ഇവക്ക് നല്ല മാർക്ക് ഉണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്കുക. എന്താ അകന്ന് നിൽക്കണേ? അടുത്ത് വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ? ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നുവെന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. നാം ആരോടൊന്ന് മനസ്സിലായോ? കാലിന്റെ മുടന്ത് കണ്ടില്ലേ? ഇത് ചെറിയച്ഛനാ. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പക തിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനോട് ആരാ സംഹരിക്കാൻ? മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മ അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്നെ വിട്ടിരിക്കണു. കരിക്കൊണ്ടുവരിക. എനിക്ക് പോകാൻ സമയമായി. എടാ, നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ? വല്യച്ഛനല്ലേ? ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ? കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് ഞാൻ നോക്കി പറഞ്ഞുതരാലോ. നമ്മുടെ അടിച്ചെളിക്കാരി മീനാക്ഷിയാ. അയ്യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്. നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി. സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആനാന്ന് പറഞ്ഞോ? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ. ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷറുള്ളതാ. ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങു മീനാക്ഷി.
നീ ഏതാ? എന്നെ അറിയില്ലേ? ഞാനിവിടുത്തെ ദാസിപ്പെണ്ണ. ദാസിപ്പെണ്ണോ? ആ, അപ്പൊ മീനാക്ഷിയല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ. അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാന് വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യ. ദേ, സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം. ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനിന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ, ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി ഒരിക്കൽ എന്നെ ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ.